ഒരു സത്യം പറയട്ടെ, ഈ ട്രഡീഷണൽ കമ്പനീസ് പൈസയും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്, ആളും ഉണ്ട്, കസ്റ്റമറും ഉണ്ട്. ഇവർക്കൊന്നും ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. എന്താ അറിയ പ്രശ്നം? ഇത് ആക്ച്വലി ഇവരൊക്കെ കാണുന്ന ഒരു IT പ്രൊജക്റ്റ് ആക്കിയിട്ടാണ്. നമ്മള് സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ് അതൊക്കെയാണ് സംസാരിക്കേണ്ടത്. പക്ഷെ സാധാരണ സംസാരങ്ങൾ എങ്ങനെയാണ് പോവാ? ഏത് പ്ലാറ്റ്ഫോം, ഏത് സെർവർ, എങ്ങനെയായിരിക്കണം ഇതിന്റെ ഡിസൈൻ? ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഒരു ഒറ്റ ട്രഡീഷണൽ കമ്പനിക്ക് ഇ-കൊമേഴ്സ് ചെയ്യാൻ പറ്റാത്തത്. നേരെ മറിച്ച് കാരൻ ക്യൂറിൽ ഞാൻ ചെയ്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരെ പോയി ഷോപ്പിഫൈ എടുത്തു ഡേ 1 തൊട്ടിട്ട് സെയിൽസ് ആണ്. അത് വാട്സാപ്പ് വഴിയാണ് ഫസ്റ്റ് സെയിൽസ് തുടങ്ങിയത്. ആൻഡ് ദെൻ ഇറ്റ് ഷിഫ്റ്റഡ് ഇൻ ടു ഷോപ്പിഫൈ. അതുകൊണ്ട് ഈ സെർവറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ നിർത്തി. ഇതൊരു IT പ്രൊജക്ട് അല്ല. ദിസ് ഈസ് ജസ്റ്റ് അനദർ ചാനൽ. നിങ്ങളിപ്പോ ഹോൾസെയിലോ, റീറ്റെയിലോ, ഡിസ്ട്രിബ്യൂഷനോ ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ GT നോർമൽ ഷോപ്സിലോട്ട്, അല്ലെങ്കിൽ MT മോഡേൺ ട്രേഡ്, ഹൈപ്പർ മാർക്കറ്റിലോ, അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ, അല്ലെങ്കിൽ ക്വിക്ക് കമേഴ്സ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ്. സോ ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ. അല്ലാണ്ട് ഇതൊരു IT പ്രൊജക്ട് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ഒരു കാലത്തും നിങ്ങളെ ഓൺലൈൻ ബിസിനസ് ഫ്ലറിഷ് ചെയ്യൂല. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ട്രഡീഷണൽ കമ്പനിക്കും ഇത് തന്നെയാണ് പ്രോബ്ലം. സോ ലുക്ക് ഇൻ ടു ഇറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ IT പ്രൊജക്ട്, ആൻഡ് IT മാനേജർ ഈസ് നോട്ട് ദ വൺ ഹു നീഡ്സ് ടു ലീഡ് ദിസ്.